കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2024 ഏപ്രിൽ മാസം കാറ്റഗറി നമ്പർ 479/2023 ക്ഷണിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പരീക്ഷയിൽ പാലക്കാട് ജില്ലയിൽ 2ാം റാങ്കിനും അർഹയായ ആര്യ അരവിന്ദനോടൊപ്പമാണ് ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ 2025 മെയ് മാസം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടത്തിയ കാറ്റഗറി നമ്പർ 611/2024 എക്സാമിൽ 1ാം റാങ്കിനും അർഹയായ ആര്യ അരവിന്ദാണ്. അപ്പൊ ആര്യ ഈ സെനറ്റിലേക്ക് വരാനുള്ള സാഹചര്യം, സെനറ്റുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തത്, പിന്നെ ആര്യ പഠിച്ചിരുന്നത് എവിടെയാണ്, DHSC പഠിച്ചിരുന്നത് എവിടെയാണ്, DHSC പഠിക്കുന്നത് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം തമ്മിൽ എന്താണ് അന്തരം ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ പഠിക്കണം, പഠിച്ചിരുന്ന രീതി എങ്ങനെയാണ്, ഇതൊക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ആര്യ ഈ റാങ്കിലേക്ക് എത്തിക്കാനുള്ള പ്രേരണ എന്താണ്, ഈ ജോലി തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്, ഇതെല്ലാം അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ SVPK പാലേമാടിലാണ് ഈ കോഴ്സ് പഠിച്ചത്. 2 വർഷത്തെ DHIC കോഴ്സ് പഠിച്ചത്. അപ്പൊ +2 കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കണം. എല്ലാവരും സാധാരണ ഡിഗ്രി എൻട്രൻസ് ഫീൽഡിലൊക്കെ പോവാം. അപ്പൊ അതൊന്നും അല്ലാതെ കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു കോഴ്സ് എടുക്കണം എന്നുള്ള രീതിക്കാണ് ഇത് തെരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വന്നത്. നമ്മൾ DHIC കോഴ്സ് പാസ് ഔട്ട് ആയതിനു ശേഷം പിന്നെ നമ്മുടെ മുന്നിലുള്ളത് PSC എക്സാം എഴുതുക, PSC ക്രാക്ക് ചെയ്യുക, ജോലി കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുക എന്നുള്ളതിൽ നമ്മുടെ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സും ഒക്കെ വഴി അന്വേഷിച്ചിട്ടാണ് സെനറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിഞ്ഞതും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് തൃശ്ശൂരാണ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എല്ലാ കുട്ടികളെയും പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും ക്ലാസ്, ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ആശങ്ക നല്ലോണം ഉണ്ടായിരുന്നു ആദ്യം ചെയ്തപ്പോൾ. പിന്നെ ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ക്ലാസിന്റെ കാര്യങ്ങളും എക്സാംസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായത് അപ്പോഴാണ്. പിന്നീടാണ് 2023 സ്റ്റാർട്ടിങ് മുതലേ സെനത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതലേ സെനത്തിന്റെ ഓരോ ക്ലാസ്സുകളും അപ്ഡേറ്റ് ആയിട്ട് ഡെയിലി ഫോളോ ചെയ്യായിരുന്നു. പിന്നെ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയാനാണെങ്കിലും ഡോക്ടേഴ്സ് ആണ് നമുക്ക് എല്ലാ ക്ലാസ്സുകളും എടുത്തു തരിക. അപ്പൊ നമുക്ക് ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതേ സെയിം ടോപ്പിക്ക് പാർക്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ പാർക്കിലുള്ള എല്ലാ പോയിന്റ്സും ആ ക്ലാസ്സിൽ കവർ ചെയ്ത് പോകണ്ടായിരുന്നു. പിന്നെ റാങ്ക് ഫയല് നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം റാങ്ക് ഫയൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റുമായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ്. പിന്നെ സെനത്തിന്റെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത്, ഓരോ ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും എക്സാംസ് ഇടും. മോഡൽ എക്സാംസ്, മന്ത്ലി ടെസ്റ്റ് ഒക്കെ ആയിട്ട് എക്സാം ഇടുമ്പോൾ ഈ എക്സാം ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഓരോ റാങ്ക് കയറി വരാൻ വേണ്ടിയിട്ട് നമുക്കത് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത കാര്യമാണ്. ഓരോ എക്സാമിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അടുത്ത ഓരോ എക്സാം വരുമ്പോൾ ഫ്രണ്ടിലോട്ട് കയറി വരാൻ അത് നമ്മൾ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ എക്സാം കഴിയുമ്പോൾ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്കിനൊക്കെ ഓരോ അവാർഡ്, ടോക്കൺ പോലെയൊക്കെ തരുന്നപ്പോൾ അതൊക്കെ നമുക്ക് ഇൻസ്പയർ ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് കയറി വരാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ജോലി ചെയ്യുന്നത് എവിടെയാണ്? ഇപ്പൊ ഞാൻ മുണ്ടൂര് ഹെൽത്ത് സെന്ററിൽ JH ആയിട്ട് നിലവിൽ വർക്ക് ചെയ്യാണ്. ആരോഗ്യവകുപ്പിലാണ് ആദ്യമായിട്ട് സെനത്തിന്റെ കോച്ചിങ്ങിൽ ചേർന്നത്. 3 മാസത്തോളമായി ആരോഗ്യവകുപ്പിലാണ് ആദ്യമായിട്ട് സെനത്തിന്റെ കോച്ചിങ്ങിൽ ചേർന്നത്. അപ്പൊ ആ ഒരു ക്ലാസ് കണ്ടു, അതിൽ സെക്കൻഡ് റാങ്ക് കിട്ടി. അപ്പൊ പിന്നെ PHIയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോ വേറൊന്നും ആലോചിച്ചിട്ടുണ്ടായില്ല, സെനത്ത് മാത്രമായിരുന്നു എന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നതും. അങ്ങനെയാണ് വീണ്ടും സെനത്തിൽ ജോയിൻ ചെയ്തിട്ട് PHIക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതും. അതിലേക്ക് ഫസ്റ്റ് റാങ്കും നേടാൻ സഹായിച്ചു. അപ്പൊ സെനത്തിന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് ടെക്നിക്കൽ ടീം. ഏത് ടൈമിൽ നമ്മൾ എപ്പോ ഡൗട്ട് ചോദിച്ചാലും ഫാക്കൽറ്റി ആയിട്ട് ക്ലിയർ ചെയ്തിട്ട്, അതെ ഫസ്റ്റിംഗ് അവരൊക്കെ ആണെങ്കിലും ഏത് ടൈമിൽ നമ്മൾ എപ്പോ മെസ്സേജ് അയച്ചാലും ഫാക്കൽറ്റി ആയിട്ട് ക്ലിയർ ചെയ്ത് ഡൗട്ട്സ് ഒക്കെ എല്ലാം ക്ലിയർ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ഡൗട്ടും ഫ്രീ ആയിട്ട് ചോദിക്കാനുള്ള ഒരു ഫ്രീഡം സെനറ്റിലുണ്ടായിരുന്നു. അതെ, രാത്രിയൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുക. അപ്പൊ നമ്മൾ ആ ടൈമിലൊക്കെ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ ആള് ഹെൽപ്പ് ചെയ്ത് തരുമായിരുന്നു. പിന്നെ സാറിനെ ആണെങ്കിലും നമ്മൾ എപ്പോഴും വിളിച്ചാലും ഡൗട്ട് ചോദിക്കാനൊക്കെ വിളിക്കുമ്പോൾ സാറും കുറെ പറഞ്ഞു തരുമായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നമ്മളെ ഈ സെനറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ അതിന്റെ ഒരു ചീഫ് കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് ഒരു 25 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പഴയ ചരിത്രം മുതൽ ഇന്ന് വരെയുള്ള എല്ലാം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഏത് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണം, ഡിസ്ട്രിക്ട് സെലക്ഷൻ എപ്പോഴും ഒരു കൺഫ്യൂസിംഗ് ആണല്ലോ. ഇപ്പൊ PSC ഏത് ജില്ല സെലക്ട് ചെയ്യണം, ഏത് ജില്ല സെലക്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനാണ് പലരും. അപ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമുക്ക് അറിയാം കറക്റ്റായിട്ട് എങ്ങനെയാണ് പ്രൊമോഷൻസ് നടക്കുന്നത്, ഏത് ജില്ല സെലക്ട് ചെയ്താൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉദ്യോഗാർത്ഥികൾക്ക് നിരന്തരം ഉപകാരപ്പെടുന്ന രീതിയിൽ, അവർക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ അവർക്കൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിലുള്ള ഒരു അഡ്വൈസ് ആണ് കൊടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഡിസ്ട്രിക്ട് സെലക്ഷൻ പോലും നമ്മൾ
കൃത്യമായ രീതിയിൽ അവർക്കൊരു മാർഗനിർദ്ദേശം കൊടുത്താണ് കൊണ്ടുപോകുന്നത്. ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സാറായുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു സീനിയോറിറ്റി ലിസ്റ്റ് വെച്ചിട്ട് ഓരോ ജില്ലയിൽ എത്ര വേക്കൻസി വരും എന്ന് പറയാൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. മലപ്പുറം, കണ്ണൂർ, പാലക്കാടാണ് കൂടുതൽ വേക്കൻസികൾ വരിക എന്ന് പറഞ്ഞാലും സ്വന്തം നാട് പാലക്കാട് ആയതുകൊണ്ടും തന്നെ കൂടിയാണ് പാലക്കാട്. തീർച്ചയായിട്ടും പാലക്കാട് ആരോഗ്യവകുപ്പിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ്. മലപ്പുറവും കണ്ണൂരും പാലക്കാട് ജയിച്ചായിട്ട് വർക്ക് ചെയ്യാനും സാധിച്ചു. അതൊരു നേട്ടം തന്നെയാണ്. അപ്പൊ അങ്ങനെ ജില്ലാ സെലക്ഷനിൽ തന്നെ നമ്മുടെ സെനറ്റിന്റെ ഒരു അഡ്വൈസ് കേട്ടുകൊണ്ട് ആ ജില്ല തന്നെ സെലക്ട് ചെയ്യുകയും സ്വന്തം ജില്ലയെ പാലക്കാടിനെ തിരഞ്ഞെടുക്കാനും കാരണം അത് തന്നെയാണ്. ആര്യക്ക് ആ ഒരു റാങ്കിലേക്ക് എത്താനും മാത്രമല്ല ആ ഒരു ജില്ലയിൽ സെക്കൻഡ് റാങ്കിൽ ആരോഗ്യവകുപ്പിൽ വന്നു. ഇപ്പൊ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഫസ്റ്റ് റാങ്കിൽ വന്നു. ഇപ്പൊ ആര്യക്ക് ഇനി എവിടെയാ ആരോഗ്യവകുപ്പിലെ ജോലിയാണോ അതോ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജോലിയിലാണോ കൂടുതൽ താല്പര്യം? എന്താണ് കൂടുതൽ നിലവിൽ വർക്ക് ചെയ്യുന്നത്? ഈ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ നമുക്ക് കൂടുതലും പ്രൊമോഷൻ സാധ്യതകളൊക്കെ കൂടുതലും ഉള്ളതാണ്. യൂണിഫോം പോസ്റ്റ് ആണ്. ഹെൽത്ത് സർവീസിൽ യൂണിഫോം ഇല്ല എന്നുള്ള ഒരു പരിമിതിയാണ്. മാത്രമല്ല ഹെൽത്ത് സർവീസിലെ ഒരു ജോലി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ്. അതായത് പ്രൊമോഷൻ ഒക്കെ വളരെ സ്ലോ റണ്ണിങ് ആണ്. എന്ന് വെച്ചാൽ കുറെ സമയം എടുക്കുമ്പോഴായിരിക്കും നമുക്കൊരു ആ സമയം കൊണ്ട് നമ്മൾ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ വേഗം കൂടെ കുറച്ചുകൂടെ പ്രൊമോഷൻ സ്കോപ്പ് ഉണ്ട്. മാത്രമല്ല ഉയർന്ന ശമ്പള സ്കെയിലുള്ള ജോലിയിൽ നമ്മൾ നേരത്തെ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അത് ആരോഗ്യത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ആരോഗ്യവകുപ്പ് വേണോ അതോ പബ്ലിക് ഇൻസ്പെക്ടർ പോകണോ? ഇനിയിപ്പോ എന്താ മെഡിക്കൽ കോളേജ് വരാൻ പോകുന്നു, അതിന്റെ എക്സാം ഷോർട്ട് അത് എഴുതി അല്ലേ ശരിയാക്കുവാണ്. മെയിൻ ലിസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അറിയാം ആദ്യത്തെ റാങ്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ക്ലാസ് തന്നെ 599 പേരെ റാങ്ക് ലിസ്റ്റ് ഇട്ടതിൽ വെറും 22 പേർക്കാണ് സെലക്ഷൻ വന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മാർച്ചിൽ തീരും. അടുത്ത റാങ്ക് ലിസ്റ്റ് 299 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലും ഏറ്റവും ആദ്യ റാങ്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പൊ ഇവിടെ ഏത് റാങ്ക് ലിസ്റ്റിന്റെ കാര്യമായാലും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഏത് രീതിയാണോ, ഞാൻ അത് ചോദിച്ചില്ല. ആര്യ എങ്ങനെയാണ് ഈ റാങ്കിലേക്ക് എത്തിയത്, ആര്യയുടെ ആ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? നമ്മളിപ്പോ കുട്ടികൾക്ക് നമ്മൾ പുതുതായിട്ട് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ആര്യക്ക് എന്താണ് അവരോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? ഞാൻ DHIC കോഴ്സ് പഠിച്ചിറങ്ങിയതും അപ്പൊ തന്നെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 ലാസ്റ്റ് ഒക്കെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. അപ്പൊ 2023 സ്റ്റാർട്ടിങ് മുതൽ തന്നെ ക്ലാസ് എല്ലാം ഫോളോ ചെയ്ത് പഠിച്ചു വരുന്നത് കൊണ്ട് എനിക്ക് എല്ലാ പോർഷൻസുകളും കവർ ചെയ്യാൻ പറ്റി. നല്ല റിവിഷൻ ചെയ്യാൻ പറ്റി. പിന്നെ OMR ഷീറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എക്സാംസ് ഒക്കെ കൂടുതലും മോഡൽ എക്സാംസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക, എല്ലാ പോർഷൻസും ക്ലിയർ ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് എല്ലാ പോർഷൻസും പഠിച്ചു പോയി നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാംസ് തന്നെയാണ്. സെനറ്റിന്റെ ക്ലാസ്സിൽ എല്ലാ പോയിന്റ്സും നമുക്ക് ഉണ്ട്. അപ്പൊ എല്ലാ ക്ലാസ്സും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വന്ന് ആ ക്ലാസ്സിലുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചിട്ട് റിവിഷനും കൂടെ കൊണ്ടുപോയാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവകുപ്പിലെ സെക്കൻഡ് റാങ്കും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിൽ ഫസ്റ്റ് റാങ്കും നേടാൻ പറ്റിയിട്ടുള്ളത് സെനറ്റിന്റെ കോച്ചിങ് കൊണ്ട് തന്നെയാണ്. അപ്പൊ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും അത് വായിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ 50% ഉദ്യോഗാർത്ഥി തന്നെ വിചാരിക്കണം. ഉദ്യോഗാർത്ഥിയുടെ ഹാർഡ് വർക്കാണ്, ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ഡിറ്റർമിനേഷൻ, എനിക്ക് ജോലി കിട്ടിയേ മതിയാകൂ എന്ന ഒരു ദൃഢനിശ്ചയത്തിന് മുമ്പിലാണ് ആ ഒരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും തന്നെ എത്രമാത്രം നമ്മൾ എഫേർട്ട് എടുക്കുന്നോ അത്രമാത്രം അതിന്റെ റിസൾട്ട് തരുമെന്നുള്ളതാണ്. അപ്പൊ അതിൽ പകുതി സ്ഥാനമാണ് ഞങ്ങൾ വഹിക്കുന്നത്. പകുതി കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഒരു ഗൈഡൻസും തന്നു, നല്ലൊരു ഫാക്കൽറ്റിയുടെ ക്ലാസ് തരുന്നു, നല്ലൊരു കോച്ചിങ് തരുന്നു, നല്ല റാങ്ക് ഫയൽ തരുന്നു. അല്ലെ റാങ്ക് ഫയൽ വളരെ ഉപകരിച്ചില്ലേ? ആരോഗ്യവകുപ്പിലാണെങ്കിൽ 35 ക്വസ്റ്റ്യൻസും റാങ്ക് ഫയലുള്ള സെയിം ക്വസ്റ്റ്യൻസ്. റാങ്ക് ഫയലിലെ എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പകുതി മാർക്ക് ഒരു ബെനിഫിറ്റ് ആണ്, പ്ലസ് പോയിന്റ് ആണ്. 35 മാർക്ക് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഇത്രയും മത്സരാർത്ഥികളുടെ മുമ്പിൽ നമ്മളൊരു 35 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നേട്ടമാണ്. നമ്മളപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ മുമ്പോട്ട് കുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ കണ്ണിങ് ആയിട്ടുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ റാങ്ക് ഫയൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ അത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ ആ റാങ്ക് ഫയൽ തയ്യാറാക്കിയത്. കാരണം മെയിൻ ആയിട്ട് ഇപ്പൊ റാങ്ക് ഫയൽ നിലവിലുള്ളത് പാർക്കാണെങ്കിലും ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി നമ്മൾ അത് തീർച്ചയായിട്ടും നമ്മളതൊന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് റാങ്ക് ഫയൽ ആണ് ഇനിയിപ്പോ നമ്മൾ അടുത്ത ഒരു എക്സാം ഹെൽത്ത് സർവീസിന്റെ എക്സാം ഇനിയിപ്പോ ഉടനെ അടുത്ത വർഷം വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളിപ്പോ അതിന്റെ ഒരു പണിപ്പുരയിലാണ്. തീർച്ചയായിട്ടും പുതിയ റാങ്ക് ഫയൽ ആയിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നേട്ടമായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എനിവേ എന്തായാലും ഈ നമ്മുടെ ഒരു ആരോഗ്യവകുപ്പിന്റെ ഒരു
ആരോഗ്യവകുപ്പിൽ ഇത്രയും നേരത്തെ, അതായത് സർവീസിൽ ആദ്യം തന്നെ പ്രവേശിച്ചു, ഇപ്പൊ 3 മാസമായി സർവീസിൽ പ്രവേശിച്ചു. ആരോഗ്യവകുപ്പിൽ ഇപ്പൊ വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ആര്യയുടെ വീട്ടില് അമ്മയുണ്ട്, മോളാണ്. ഓക്കെ, ശരി. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ ബിസിനസ് ആണ്. ഓക്കെ. അമ്മ ഒരു ബൊട്ടീക്കിലെ ടൈലറിംഗ്. അവർക്കും ആകെ പ്രതീക്ഷയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ആര്യയുടെ ആ ഒരു പ്രതീക്ഷകളെല്ലാം അമ്മയുടെ അച്ഛനെയും സ്വപ്നമൊക്കെ സഫലീകരിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോ എന്തായാലും അവരുടെ ആഗ്രഹം പോലെ തന്നെ മകള്, ഏക മകള് ഇപ്പൊ ആദ്യം തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ, ഇപ്പൊ ഏതാണ്ട് എത്ര വയസ്സായി കാണും? 24 വയസ്സിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു ദീർഘനാളത്തെ ഒരു സർവീസ്, അതോടൊപ്പം തന്നെ എന്താണ് ദീർഘനാളത്തെ സർവീസ് കിട്ടുക എന്ന് തന്നെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 60 വയസ്സാണല്ലോ ഇപ്പോഴത്തെ റിട്ടയർമെന്റ് പ്രായം എന്ന് പറഞ്ഞാൽ. അപ്പോഴത്തേക്ക് നല്ലൊരു പോസ്റ്റിൽ, അതായത് ഹയർ പോസ്റ്റിൽ, ഒരു ഗസ്റ്റ് പോസ്റ്റിൽ എത്തി റിട്ടയർ ചെയ്യാനായിട്ട് കഴിയട്ടെ. മാത്രമല്ല ഭാവിയിൽ എല്ലാവിധ ആശംസകൾ, അതായത് ഉയർച്ച, ജീവിതത്തിൽ നല്ല ഉയർച്ചയും നല്ലൊരു കുടുംബവും ഉയർച്ചയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സെനിത്തിന്റെ ഒരു അഭിമാന താരമായിട്ട് മാറിയത് സെനിത്തിനും അഭിമാനമുണ്ട്, ചാരിതാർത്ഥ്യം. സെനിത്തിനോടും തിരിച്ചും താങ്ക് യു പറയണം, എല്ലാ ഫാക്കൽറ്റിനോടും. തീർച്ചയായിട്ടും 2 റാങ്കുകൾ ഒരുമിച്ച് നേടിയിരിക്കുകയാണ്. അടുത്തടുത്ത റാങ്കുകൾ, 1, 2 റാങ്കുകൾ. ആദ്യ റാങ്കിൽ തന്നെ നേടാൻ കഴിഞ്ഞത് ആര്യയ്ക്ക്. ആദ്യമേ ഞാൻ ആര്യയെ നല്ലൊരു വളരെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയാണ് ഞാൻ. ആദ്യമായിട്ട് തന്നെ എല്ലാ കൺഗ്രാജുലേഷൻസും, ഹ്യൂജ് കൺഗ്രാജുലേഷൻസ് ഞാൻ പറയുന്നത് ആര്യയ്ക്ക്. അല്ലമ്മീൻ ഡോക്ടറിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ എടുത്ത് പറയേണ്ട ക്ലാസ്സുകൾ തന്നെയാണ്. ക്ലാസ്സിലൊക്കെ റിവിഷൻ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ ടോപ്പിക്കും പറഞ്ഞുതരും. അപ്പൊ എല്ലാ ഫാക്കൽറ്റിന്റെ ക്ലാസ്സും, കൃപ മാഡത്തിന്റെ ക്ലാസ് എല്ലാവരുടെയും നന്നായിരുന്നു. പിന്നെ അശ്വത് സാറിനാണെങ്കിലും താങ്ക് യു. അക്ഷയ് ഡോക്ടറുടെ ക്ലാസ് ആയിരുന്നു. ഞാൻ എല്ലാ ക്ലാസ്സും കേൾക്കാറുണ്ട്. ഞാൻ ആകെപ്പാട് സാനിറ്റേഷൻ ആണല്ലോ എടുക്കുന്നത്. സാറിന്റെ ക്ലാസ്സുകളാണെങ്കിലും നല്ലതായിരുന്നു. അതുപോലെ ഫസിനൊക്കെ ആണെങ്കിലും എല്ലാവരും, സെനത്തിന്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും താങ്ക് യു. നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു. സെനത്തിന്റെ ഒരു ഉപഹാരം, 1ാം റാങ്ക് വാങ്ങിയ 2 എക്സാമിൽ, അതായത് ആരോഗ്യവകുപ്പിലെ 2ാം റാങ്കും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ 1ാം റാങ്കും വാങ്ങിയ ആര്യയ്ക്ക് നമ്മുടെ സെനത്തിന്റെ വകയായിട്ട് ഒരു ഉപഹാരവും കൂടെ നൽകുകയാണ്. Thank you.